ഇന്ത്യയിൽ വഖാഫ് നിയമം വളരെയധികം ശക്തമായ പ്രതികരണത്തിന് വിധേയമായിരിക്കുകയാണ്. കേരളത്തിലും ഇന്ത്യയിലും മണിപ്പൂരിലും ബംഗാളിലും അങ്ങനെ ഇന്ത്യയിലെ കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലും മണിപ്പൂരിലും അങ്ങനെ പല സ്ഥലങ്ങളിലും വഖാഫ് നിയമത്തിനെതിരെ ശക്തമായ പ്രതികരണം വരുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷ നേതാക്കളും വഖാഫ് ബില്ലിനെതിരെ ശക്തമായി പ്രതികരിക്കുമ്പോൾ കേന്ദ്രഭരണം ഇതിനെ പുച്ഛത്തോടെ മാത്രമാണ് സമീപിക്കുന്നത്. ഇപ്പോൾ തമിഴ്നാടിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നടനും രാഷ്ട്രീയ പാർട്ടി നേതാവുമായ വിജയ് രംഗത്ത് വരികയാണ് വഖാഫ് ബില്ലിനെതിരെ. തമിഴ്നാടിന്റെ പല തീരുമാനങ്ങളും വഖാഫ് ബില്ലിന് നേരത്തെ എതിരായിരുന്നു. ഇപ്പോൾ തമിഴ് വെട്രിക്കഴകം പാർട്ടിയുടെ നേതാവ് കൂടിയായുള്ള വിജയുടെ തീരുമാനം വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. പാർട്ടി നിയമപരമായി തന്നെ വഖാഫ് ബില്ലിനെ എതിർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. തമിഴ് വെട്രിക്കഴകത്തിനൊപ്പം തന്നെ പല പാർട്ടി നേതാക്കളും പാർട്ടികളും ഇപ്പോൾ വിജയെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. വിജയുടെ തീരുമാനം എത്രത്തോളം നല്ലതാണെന്നുള്ളതും ഇനി അത് ഏതെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാകും എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. രാജ്യത്ത് സമാധാനപരമായി ജീവിക്കാനും അതുപോലെ തന്നെ ഏത് മതത്തെ സ്വീകരിക്കാനുമുള്ള അവകാശം നമുക്ക് ലഭിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇന്ത്യയിൽ അരങ്ങേറുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വഖാഫ് ബില്ല് ഇപ്പോൾ ഇന്ത്യയിൽ പലയിടങ്ങളിലും വലിയ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമത്തിന് മാറ്റങ്ങൾ വരേണ്ടതും അത്യാവശ്യമാണ്. 2025 വഖാഫ് നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് നടനും തമിഴക വെട്രിക്കഴകം പ്രസിഡന്റുമായ വിജയ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചതായി ലൈവ് ലോ ഞായറാഴ്ചയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2025 വഖാഫ് നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച നിരവധി പ്രമുഖരുടെ പട്ടികയിൽ വിജയും ഉൾപ്പെടുന്നുണ്ട്. AIMIM MP അസദുദ്ദീൻ വൈസി, കോൺഗ്രസ് എംപിമാരായ മുഹമ്മദ് ജാവേദ്, ഇമ്രാൻ പ്രതാപ് ഗർഹി, AAP MLA അമാനത്തുള്ള ഖാൻ, ആസാദ് സമാജ് പാർട്ടി മേധാവി ചന്ദ്രശേഖർ ആസാദ്, സമാജ്വാദി പാർട്ടി MP സിയ ഉർ റഹ്മാൻ ബാർ എന്നിവരാണ് നിയമത്തെ വെല്ലുവിളിച്ച മറ്റുള്ളവരിൽ പ്രധാനികൾ. 12 മണിക്കൂർ നീണ്ട മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ കഴിഞ്ഞ ആഴ്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും വഖാഫ് ബിൽ പാസ്സായിരുന്നു. ഏപ്രിൽ 5 പ്രസിഡന്റ് ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതോടെ അത് നിയമവുമായി മാറി. നിരവധി സംഘടനകൾ ഹർജികൾ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ആണ്. പാർലമെന്റ് പാസാക്കിയ നിയമനിർമ്മാണവും ഭേദഗതികളും ഏകപക്ഷീയവും വിവേചനപരവും ഒഴിവാക്കലിനെ അടിസ്ഥാനമാക്കിയുള്ളതുമാണെന്നാണ് അവർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ജംഇയ്യത്തുൽ ഉലമ ഇ ഹിന്ദിയിലെ മൗലാന അർഷാദ് മദാനി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എന്നിവയും മറ്റുള്ളവരിൽ ഉൾപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ DMKയും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വഖാഫ് ബില്ലിലെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അംഗമായിരുന്ന അവരുടെ MP A രാജ സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തു. 2025 വഖാഫ് നിയമത്തിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ പുതുതായി നടപ്പിലാക്കിയ നിയമങ്ങൾ മുസ്ലിം സമൂഹത്തോട് വിവേചനം കാണിക്കുന്നുവെന്നാണ് അവരുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്നുവെന്നും അവകാശപ്പെടുന്നുണ്ട്.